നെക്സ്റ്റ് ആഴ്ചയിലെ പവർ ടീമാണ് ജിൻഡോയുടെ ഡെൻ ടീം. നെക്സ്റ്റ് ആഴ്ച അവരാണ് പവർ റൂമിലേക്ക് കയറാനായിട്ട് പോകുന്നത്. ജിൻഡോ സായിയുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് പവർ ടീം പൊളിച്ചടുക്കും എന്നാണ് ജിൻഡോ പറയുന്നത്. ഞങ്ങൾ അടിച്ചു പൊളിച്ചിരിക്കും. അതിന് ഞാൻ അർജുന്റെ അടുത്തും ശ്രീധുവിന്റെ അടുത്തും സംസാരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒരു ഗംഭീര പ്ലാൻ ഉണ്ട്. പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പവർ തന്നെയായിരിക്കും. നോക്കിക്കോ, ഞാൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് സായിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സായി ചോദിച്ചു, എന്താണ് പ്ലാൻ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നല്ല ശിക്ഷ കൊടുക്കും, നല്ലതൊക്കെ ഉണ്ടായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും, പക്ഷെ ഒന്നും ചെയ്യുന്നത് പവർ ടീം ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയും ചോദിച്ചപ്പോ, അല്ല പവർ ടീമിനെ കുറെ ആൾക്കാരെ നിയമിക്കാനുള്ള യോഗ്യതകളുണ്ടല്ലോ, ഞാൻ അങ്ങ് മാനേജറും HR ഒക്കെ അങ്ങ് നിയമിക്കാനായിട്ട് പോവാണ്, ഒക്കെ ചെയ്യാനായിട്ട് ആൾക്കാരെ ഞാൻ നിയമിക്കും, അവര് കാര്യങ്ങൾ അങ്ങ് ചെയ്യും, ഞങ്ങൾ അതിന്റെ മേലാധികാരികളായിട്ട് അവിടെ അങ്ങ് ഇരിക്കും. എന്തായാലും അർജുന്റെ അടുത്തും ശ്രീധുവിന്റെ അടുത്തും അവിടെ ചോദിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. നോക്കിക്കോ, നെക്സ്റ്റ് പവർ ടീം ഞങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പൊളിച്ചടിക്കും, ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ചിരിക്കും. കണ്ടോ പവർ ടീം എന്താണെന്ന്, പവർ എന്താണെന്ന് കണ്ടോ എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. എന്റെ മനസ്സിൽ കുറെ ഐഡിയകളുണ്ട്, അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും കാത്തിരുന്ന് കണ്ടോളാനാണ് ജിൻഡോ എന്തായാലും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ ജിൻഡോ കയറിയപ്പോഴും ജിൻഡോനെ കാര്യമായിട്ട് പവർ ടീമിലൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇത്തവണ പക്ഷേ കുറെ ഐഡിയാസ് മനസ്സിലുണ്ട് എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. ആ ഐഡിയ മുഴുവൻ വെച്ചുകൊണ്ട് പവർ ടീം ഒരു പൊളിച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് ജിൻഡോ ഇപ്പോൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, എന്തായാലും ജിൻഡോയിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് സാരം.